ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ തുടങ്ങാൻ പോണത് തമ്പലയിൽ പറഞ്ഞ പോലെ മുടിയും മുഖവും പിന്നെ കുറച്ച് വിശേഷങ്ങളും. അപ്പോൾ ഇതെന്താണ് അങ്ങനെ ഒരു തമ്പലയും വന്നതല്ലേ, അത് എനിക്ക് കുറച്ച് കഴിയുമ്പോഴത്തേന് മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഇന്ന് രാവിലെ എണീറ്റ് പിന്നെ മക്കളെ സ്കൂൾക്ക് പറഞ്ഞേക്കുമ്പോൾ ഇന്ന് ഫിനൂട്ടിന് മാത്രമേ ക്ലാസ്സുള്ളത്. അപ്പോൾ ഫിനൂട്ടിന് സ്കൂൾക്ക് പറഞ്ഞേക്കാൻ എന്തൊക്കെയാണ് നമ്മളിന്ന് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം എന്നുള്ളതും അങ്ങനെ കുറച്ച് വിശേഷങ്ങളും പിന്നെ നമ്മളൊരു ഇടം വരെ പോകുന്നുണ്ട്, ആ വിശേഷങ്ങളും കൂടെ നമ്മുടെ മുഖവും മുടിയും അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കൂടിയായിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കാണുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾക്ക് പോയിട്ട് വരാം. അപ്പോൾ അതാ നമ്മൾ രാവിലെ എണീറ്റ് പാടെ നമ്മളെ കിച്ചണിലുള്ള യുദ്ധമാണ് ഞാൻ കാണാൻ പോണത് കേട്ടോ. 4 പേർക്കും 4 രീതിയിലുള്ള അഭിപ്രായങ്ങളും ഇഷ്ടങ്ങളും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ കുറച്ച് വിയർക്കും. അപ്പോൾ ഇന്ന് ഇതാ ഒരു ഭാഗത്ത് ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരു ഭാഗത്ത് ഇതാ നമ്മുടെ ഗീ റൈസ് ആണെന്ന് വിചാരിക്കേണ്ട കേട്ടോ. അത് നമ്മളെ നെയ്ച്ചോറൊന്നുമല്ല, നെയ്ച്ചോറ് പോലെ ഇങ്ങനെ വറ്റിച്ചെടുത്തിട്ട് ഞാൻ മുട്ടച്ചോറ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. കാരണം ഇവിടെ എന്നും ഒരേപോലത്തെ ഫുഡ് കൊടുത്തയക്കുമ്പോൾ 4 ആൾക്കും ഭയങ്കര മടുപ്പുമാണ്, പിന്നെ എന്നും വന്നു കഴിഞ്ഞാൽ ഓരോ പരാതികളുമാണ്. അപ്പോൾ ഞാൻ ഓരോ ദിവസം ഓൾക്ക് മടുപ്പ് തോന്നാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു വിടാലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മുട്ടച്ചോറാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ മക്കൾ 4 ആളും ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയായതുകൊണ്ട് തന്നെ രാവിലത്തെ ഭക്ഷണം അവർക്ക് വല്ലാണ്ടൊന്നും ചെലവില്ല കേട്ടോ. ഞാൻ എത്ര മെനക്കെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും സ്കൂൾ ബസ് വരാൻ നേരമാകുമ്പോഴത്തേന് ഒരു വിധത്തിലേ കഴിയാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലത്തെ ടെൻഷൻ മാറാനായിട്ട് ഞാൻ രാവിലെയാണെന്നുണ്ടെങ്കിലും ഉച്ചക്കാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഫുഡിൽ വെറൈറ്റി ആയിട്ട് ഇങ്ങനെ കണ്ടെത്തി കൊടുക്കും കേട്ടോ. അപ്പം അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര മടുപ്പായിരിക്കും. അപ്പോൾ ഇത് എന്നും രാവിലെ എണീറ്റ് വന്നിട്ട് ചോദിക്കും ഇന്നെന്താണ് ചോദിക്കൂട്ടാ. ചോദ്യം കണ്ടതൊന്നും ഒക്കെപ്പാടിപ്പോൾ കഴിക്കും എന്നുള്ളത്. പക്ഷേ കഴിക്കലൊക്കെ കാര്യം തന്നെയാണ്. എന്നാലും എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തി കൊടുത്തയക്കുമ്പോൾ ചില ദിവസം വന്ന് പറയും ഇന്നത്തെ ഫുഡ് നല്ല ഇഷ്ടമായി, ഇന്ന് ഞാൻ മുഴുവൻ കഴിച്ചു, അല്ലെങ്കിൽ ഇന്ന് എൻ്റെ ഫസ്റ്റ് കഴിഞ്ഞ്, അല്ലെങ്കിൽ ഓല് 3 ആളും തന്നെ തമ്മിലൊരു മത്സരം പോലെ പറയും ഇന്ന് ഇൻ്റെതാണ് ആദ്യം കഴിഞ്ഞ്, അല്ലെങ്കിൽ ഇന്ന് എൻ്റെ സെക്കൻഡ് കഴിഞ്ഞ് എന്നൊക്കെ രീതിയിൽ പറയുമ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ ഓർക്ക് ഏത് ഫുഡിനോടാണ് ഇഷ്ടം തോന്നുന്നതെന്നുള്ളത്. അപ്പം അങ്ങനെ ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് കൊടുത്തയക്കട്ടോ. അങ്ങനെ അതാ ഫിനൂട്ടിന് കൊണ്ടുപോകാനുള്ള മുട്ടച്ചോറും അവനക്ക് കഴിക്കാനുള്ള ദോശയൊക്കെ റെഡിയായി. അപ്പോൾ ഒന്ന് മറ്റു മക്കൾക്ക് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അവർക്കൊന്ന് ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അതിൻ്റെ കൂടെ തന്നെ 2 നേന്ത്രപ്പഴം നന്നായിട്ട് പഴുത്തുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്ന് ഇങ്ങനെ പൊരിച്ചെടുക്കാനിട്ട് നെയ്യിൽ ഇങ്ങനെ വാട്ടിയെടുക്കൂലേ. അപ്പോൾ ഇതിൽ അണ്ടിപ്പരിപ്പും മുന്തിരി അങ്ങനെയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തേങ്ങ ആഡ് ചെയ്താലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ എനിക്ക് ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പഴം മാത്രം വാട്ടിയെടുക്കാനിട്ട് കൂടെ മക്കൾക്ക് ബ്രെഡ് ഓംലെറ്റ് മതി പറഞ്ഞിട്ട് അവർക്ക് അതും കൂടി ഉണ്ടാക്കുകയാണ്. ഇതാ രാവിലെ എണീറ്റ പാടുള്ള ചായ കുടിപ്പടയാണ് കാണാൻ പോണ്ടല്ലേ. യോ നമ്മുടെ വീട്ടിലെ ഗസ്റ്റ് ആരാണ്? നെസാൻ. ഇന്നലെ താത്തമാരുടെ വീട്ടിലേക്ക് നിൽക്കാൻ വേണ്ടി പോയതാണ്. അപ്പൊ ഇന്നലെ ഇവിടെ നെസാൻ വന്നല്ലേ. അപ്പൊ അങ്ങനത്തെ രാവിലത്തെ അല്ലറ ചില്ലറ പരിപാടികൾ മാത്രമേ ഒന്ന് ചെയ്തിട്ടുള്ളൂ. കാരണം ഞാൻ മുന്നേ വീഡിയോയിൽ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മളൊരു ഇടം വരെ പോവുകയാണ്. അപ്പോൾ പോകുന്നതിൻ്റെ മുന്നായിട്ട് കുളിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ കുളിക്കാൻ പോകുന്നതിന് മുന്നേ ഞാൻ എൻ്റെ മുടിക്കും മുഖത്തിനും വേണ്ടിയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടിയ സാധനങ്ങൾ മാത്രം ഞങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യലുള്ളൂ എന്നുള്ളത്. അങ്ങനെ ഇതുപോലെ എന്താ പറയുക 100% വിശ്വാസം തോന്നിയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ എനിക്ക് ഈ ഒരു 2 സംഭവം, ഈ ഒരു ഷാമ്പുവും ഈ ഒരു മാസ്കും. കാരണം എനിക്ക് ഖത്തറിലായ സമയത്ത് നല്ല രീതിയിൽ മുടി കൊഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ നിങ്ങളോട് പറഞ്ഞു നല്ല രീതിയിൽ മുടി കൊഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കുളി കഴിഞ്ഞ് ബാത്ത് ടബിലൊക്കെ നമ്മളെ മുടി ഇങ്ങനെ ഒഴുകി പോകുന്നത് കാണുമ്പോൾ ഒരു സങ്കടം വന്നിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് നല്ല റിസൾട്ട് തോന്നിയിട്ടുള്ള ഒരു സംഭവം. ഞാൻ മുന്നേ കെയറിൻ്റെയും അതുപോലെ മാമാർത്തിൻ്റെയും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അതിൽ നിന്ന് എനിക്ക് നല്ലൊരു തൃപ്തിയുള്ളൊരു റിസൾട്ട് ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു സംഭവം ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തിട്ട് 2 ആഴ്ച കഴിഞ്ഞ് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടുന്നുണ്ട്. പറഞ്ഞെങ്കിൽ ഈ ഒരു ഷാമ്പു തേച്ച് നമ്മൾ തല വാഷ് ചെയ്തിട്ട് കളയുക. അതിൻ്റെ ശേഷം മുടി നന്നായിട്ടൊന്ന് തോർത്തി ആ വെള്ള നനവൊക്കെ ഒന്ന് മാറ്റി ജസ്റ്റ് ഒന്ന് തോർത്തി എടുത്തതിന് ശേഷം ഈ ഒരു മാസ്ക് ഇട്ടിട്ട് അതായത് മുടിയിൽ മൊത്തം തേച്ച് വെച്ചിട്ട് നമ്മളൊരു 10 മിനിറ്റ് ഒന്ന് ഇരിക്കുക. ആ ടൈമിൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ടോയ്ലറ്റ് കഴുകാനോ ക്ലീൻ ചെയ്യാനോ ബാത്റൂമിൽ ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടാവില്ലേ. ഞാൻ ചെയ്യുന്ന പരിപാടി കേട്ടോ, ഞാൻ അങ്ങനെയൊക്കെ ചെയ്യല്. അപ്പോൾ മാസ്ക് ഇട്ടിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തതിന് ശേഷം തല നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ടിലാണെങ്കിൽ മുടി കൊഴിച്ചിട്ട് നല്ല രീതിക്ക് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. മറ്റേത് എനിക്ക് വാരാൻ തന്നെ മടിയായിരുന്നു, അതിനൊക്കെ നല്ല രീതിക്ക് മാറ്റമുണ്ട്. അപ്പോൾ അത് പ്രൊമോഷനോ കാര്യങ്ങളായിട്ട് പറയല്ല, പക്ഷേ വീഡിയോ പ്രൊമോഷനായിട്ട് ചെയ്യുകയാണെന്ന് വെച്ചാലും പക്ഷേ ഈ സംഭവം ഞാൻ കറക്റ്റായിട്ട് പറയുകയാണ്. നിങ്ങൾക്ക് മുടി കൊഴിച്ചിലിൻ്റെ പ്രശ്നമുള്ളവർക്കാണെന്ന് വെച്ചാൽ എന്തായാലും യൂസ് ചെയ്ത് നോക്കാൻ നല്ല റിസൾട്ട് വരുന്നുണ്ട്.
പിന്നെ സംഭവം പറയാനുള്ളത്, എനിക്ക് നല്ല രീതിയിലുള്ള എൻ്റെ മുടി ആദ്യം കണ്ടവർക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ തുടക്കത്തിലെ വീഡിയോ ടൈമത്തേക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നല്ല പിന്നെ ചുരുണ്ട ഹെയർ ആയിരുന്നു, നല്ല പെളിമാൻ ടൈപ്പിൽ നല്ല ചുരുണ്ട മുടിയായിരുന്നു എനിക്ക്. അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ ചുരുണ്ട മുടി ഭയങ്കര ഇഷ്ടമായിരിക്കും, പക്ഷേ എനിക്ക് ചുരുണ്ട മുടി ഉള്ളവർക്ക് ചിലപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അതിൽപ്പെട്ട ഒരാളാണ് ഞാൻ കേട്ടോ. എനിക്ക് എൻ്റെ മുടി സംഭവം നമ്മൾ എവിടേക്കെങ്കിലും പോവുകയാണെങ്കിലൊക്കെ ആണെങ്കിൽ ഈ ഭാഗത്തൊക്കെ നീട്ടി നിൽക്കും, അങ്ങനത്തെ ഒരു. അപ്പോൾ നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഒരു എന്താ പറയുക പാർലറിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്ട്രെയിറ്റ് ചെയ്യലൊക്കെ ഇങ്ങനെ അതിൻ്റെ ഇതൊക്കെ വിടൽ കഴിഞ്ഞ് അതിൻ്റെ എന്താ പറയുക കാലാവധിയൊക്കെ കഴിഞ്ഞ് മുടി വീണ്ടും ഇതായി എണീറ്റിൻ്റെ ആദ്യത്തെ രൂപത്തേക്ക് വരണുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് അതിൽ നിന്ന് ഒരു പരിധി വരെ എനിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുന്നത്, അതായത് ചുരുണ്ട മുടിയുള്ളവർക്ക്, എണ്ണ ഉപയോഗിക്കാൻ മടിയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള സംഭവം. അതായത് ഞാൻ പൊതുവേ എണ്ണ ഉപയോഗിക്കലെന്നില്ല. പിന്നെ എനിക്ക് എണ്ണ സംഭവം കയ്യിലാക്കുന്നത് തന്നെ ഭയങ്കര അറപ്പുള്ള പരിപാടിയായിട്ട്. അതുപോലെ തന്നെ മക്കൾക്കാണെങ്കിലും എനിക്ക് എണ്ണ തേച്ചൊക്കെ മടി. എൻ്റെ അമ്മമാരൊക്കെ എപ്പോഴും ചീത്തയ്ക്കണ കാര്യമാണ്, ഇജോ എണ്ണ തേക്കില്ല, എൻ്റെ കുട്ടികൾക്കൊട്ട് തേച്ച് കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതൊരു എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ എണ്ണ തേക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ഉപയോഗിക്കേണ്ടത് സ്ട്രെക്സിൻ്റെ ഈ ഒരു സിറം, അതുപോലെ ലോറിയലിൻ്റെ ഈ ഒരു സിറം, അതുപോലെ ഇപ്പോൾ സൺസിൽക്കിൻ്റെ ഈ ഒരു സിറം. ഈ ഒരു 3 സംഭവം നമുക്ക് നല്ല സ്മെല്ലുമാണ്. മക്കൾക്കൊക്കെ സ്കൂൾക്ക് പോകുമ്പോൾ എയർ ഓയിലിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയിൽ നല്ല സ്മെല്ലുമാണ്. പിന്നെ അതുപോലെ തന്നെ മുടി നല്ല ഒതുക്കാൻ വെക്കുന്നുണ്ട്, അതായത് പാറി പറക്കുക. നമ്മൾ കാറ്റടിച്ചാലും എണ്ണ തേച്ചാലൊക്കെ പുറത്ത് പോകുമ്പോഴൊക്കെ എന്നാലും കുറച്ച് ഒന്ന് എണീറ്റ് നിൽക്കുന്ന രീതിയിലാവില്ല. അത് അങ്ങനെയൊന്നുമില്ല, നല്ല രീതിയിൽ സ്ട്രെയിറ്റിങ് ചെയ്ത പോലെ തന്നെ ഒന്ന് ഒതുക്കി നിർത്താൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് ഈ ഒരു 3 സിറം. അപ്പോൾ ഈ ഒരു 3 സംഭവങ്ങളും ഈ സാധനങ്ങളുമാണ് ഞാൻ എൻ്റെ മുടിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്താ പറയുക, ഈ നല്ല മുടീൻ്റെ കാര്യത്തിൽ പക്ക റിസൾട്ട് കിട്ടിയ ഈ കുറച്ച് സാധനങ്ങളാണ് ഞാൻ ഉപയോഗിക്കൽ കേട്ടോ. അതുപോലെ ഇനി മുഖത്തിൻ്റെ കാര്യം പറയാൻ വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന സംഭവമാണ് മാമാർത്തിൻ്റെ സൺസ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിൽ നിന്ന് ഇതുവരെ നല്ല ചൂട് സമയമായിരുന്നില്ല, ചൂട് സമയത്തിൽ നിന്ന് നല്ല റിസൾട്ട് കിട്ടിയിരുന്ന ഒരു സാധനമാണിത്. അത് ഉപയോഗിച്ചത് കഴിഞ്ഞിട്ടാണ്. പക്ഷേ എങ്കിൽ ഇനിയിപ്പോൾ സമയത്ത് മാറ്റി പിടിക്കാതെ, ക്ലൈമറ്റ് മാറിയപ്പോൾ ഒന്ന് മാറ്റി പിടിക്കാന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ തന്നെ ഞാൻ ഉപയോഗിച്ചുകൊണ്ട് ഡെർമയുടെ ഇത് ഉപയോഗിച്ച് തുടങ്ങാൻ പോകുന്നുള്ളൂ, ഇന്ന് ഉപയോഗിച്ച് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഉപയോഗിച്ചതിൻ്റെ ശേഷം പറഞ്ഞു തരണ്ട കേട്ടോ. കാരണം ഉപയോഗിക്കാതെ നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ അത് ഉപയോഗിച്ചതിന് ശേഷം ഞാൻ പിന്നെ ഇനി 1, 2, 3 അല്ലെങ്കിൽ അടുത്ത മാസം അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ അതിൻ്റെ റിസൾട്ട് പറയാൻ കേട്ടോ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത് ഈ സാധനമാണ് ഞാൻ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. മാമാർത്തിൻ്റെ സൺസ്ക്രീൻ നല്ല യൂസ്ഫുൾ ആയിരുന്നു ചൂട് സമയത്ത്. അപ്പോൾ ഇനി ഇതിപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ആയപ്പോൾ ഞാൻ ഇതൊന്ന് ഉപയോഗിക്കാൻ നോക്കുന്നുണ്ട്. നമ്മുടെ SPF 15 ഉള്ള സൺസ്ക്രീനാണ്. അപ്പോൾ ഇതെങ്ങനെയുണ്ട് യൂസ് ചെയ്തിട്ട് നോക്കട്ടെ. കാരണം കാറ്റടിക്കുമ്പോഴൊക്കെ പിന്നെ മുഖത്തേക്ക് എൻ്റെ ഓയിൽ സ്കിൻ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഓയിലി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയും ചെയ്യും. പിന്നെ ചുണ്ടിൻ്റെ ഈ സൈഡ് ഭാഗത്ത് അങ്ങനത്തെ പൊട്ടൽ പോലെ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ നല്ലതാണെന്ന് ഞാൻ കുറേ റിവ്യൂവിൽ കണ്ട്. അപ്പോൾ എന്തായാലും ഇതൊന്ന് സ്വയം പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം ഞാൻ എങ്ങനെയുണ്ട് എൻ്റെ റിവ്യൂ എന്നുള്ളത് നിങ്ങളോട് പറയട്ടാ. അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പോൾ പറഞ്ഞു വന്നത്, ഞാൻ ഒരിടം വരെ പോവുകയാണ്. അപ്പോൾ പോണതിൻ്റെ മുന്നേ ഞാൻ കുളിക്കാനുള്ള പരിപാടിക്ക് പോവുകയാണ്. അപ്പോൾ ഈ 2 സാധനങ്ങളും കയ്യിലെടുത്തപ്പോഴാണ് നിങ്ങളോട് ഇതിൻ്റെ റിസൾട്ട് പറഞ്ഞില്ലല്ലോ എന്നുള്ളത് ഓർമ്മ വന്നത്. അപ്പോൾ അതും കൂടി പറഞ്ഞതിന് ശേഷം കുളിക്കാൻ പോകാമല്ലോ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കുളിച്ച് വന്നതിന് ശേഷം ഞാൻ എവിടേക്കാണ് പോകണമെന്നുള്ളതും കൂടി പറഞ്ഞുതരാം. കയറി വാ, അടക്ക ഉന്തി അടച്ചാളേ. ഓണാക്കിയാ ഫോൺ കൈക്കൊള്ളൂല്ലേ അങ്ങോട്ട് കണ്ടു കൊണ്ടേക്കാം. എവിടേക്ക് എന്റെ മോൻ നമുക്ക് കൊടുക്കുന്നത്? ഹലോ, ഞങ്ങള് ഇതിന്റെ ഐഡിയിലേക്ക് പോകുന്നത്. ഇത് കിട്ടു അതുകൊണ്ട് ഇതിന്റെ ഐഡിയിലേക്ക് പോയിട്ട് ഞങ്ങള് കാണാൻ ഇതിന്റെ ഐഡിയിലും കുറച്ച് പരിപാടി അതുകൊണ്ട് അത് കാണാൻ പോവാണ്. ഇപ്പൊ വ്ളോഗ് എടുക്കുന്നത് ആരാണ്? ആറ്റക്കുട്ടി. ആങ്കർ ആറ്റക്കുട്ടിയാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗ് തുടങ്ങുന്നത്. ലറ്റമ്മ അപ്പൊ ഇതാണ് ഞങ്ങളെ വീട്. ഇത് ഞങ്ങളുടെ ഉമ്മിന്റെ വീടാ. ഇത് ഇതെന്റെ വീട്. എന്റെ കൂട്ടമ്മന്റെ കൂടെ എന്റെ കൂട്ടാന്റെ കൂടെ അത് പോണ വെക്കണ്ടാക്കാം. എന്നാ പിന്നെ ഇപ്പൊ ആക്കണ്ടേ? ഞാൻ ആക്കിട്ട് വരാം.
ഞങ്ങൾ നെസാന്റെ കേൾക്കാൻ ഗായ്സ്. നെസാന്റെ വീട് എത്തി. ഇതാണ് നെസാന്റെ വീട്. നെസാന്റെ ഫുൾ നെസാന്റെ വീട്. അപ്പത്തെ വീഡിയോ ഒക്കെ ചിലപ്പം തല തിരിഞ്ഞിട്ടൊക്കെ ഉണ്ടാവും. ടാറ്റാന്റെയും ബബ്ലുവിന്റെയും വ്ളോഗാണ്. കാരണം ഞങ്ങൾ തറവാടിനേക്ക് വന്നിക്കണം. ഞാൻ ഡ്രൈവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓളാണ് തകൃതിയായിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കണം. അപ്പം എന്നോട് റിക്വസ്റ്റ് പോലെ പറയും മെച്ചിന്റെ വ്ളോഗൊക്കെ ചേർക്കണം കേട്ടാണ്. അപ്പോൾ എന്തായാലും ഓൾ ആദ്യമായിട്ട് എടുത്തതല്ലേ പറഞ്ഞതല്ലേ വിചാരിച്ചിട്ട് ഞാൻ അതും കൂടി ചേർത്തതാണ് കേട്ടാ. അപ്പോൾ തറവാട്ടിങ്ങന്ന് വെല്ലിമാനും വെല്ലിപ്പാനും എടുത്തിട്ട് ഉമ്മയുടെ അടുത്ത് കൊണ്ടാക്കി കൊടുക്കണം. ഇവിടെ നോനോനെ അഡ്മിറ്റ് ആക്കിക്കണ് പനിയായിട്ട്. അപ്പോൾ നെസാനെ ഞാൻ ഇന്നലെ അങ്ങോട്ട് കൊണ്ടുപോയതായിരുന്നു. പക്ഷെ നേരം വെളുത്തപ്പോൾ ഓനക്കും ചെറുതായിട്ട് പനിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനും കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുന്നാക്കി കൊടുത്തതാണ്. വെല്ലിപ്പാനും വെല്ലിമാനും എടുത്ത് ഇനിയിപ്പോൾ വീട്ടിൽ കൊണ്ടാക്കണം. പിന്നെ പാത്തു വന്നിട്ടുണ്ട് ഹോസ്റ്റലിൽ നിന്ന്. അവളെയും കൂട്ടിയിട്ട് ഒരു സ്ഥലം വരെ പോകണം. അപ്പോൾ അത് ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മുടെ അടുത്ത വീഡിയോയിൽ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ ആറ്റയുടെയും ബബ്ലുവിൻ്റെയും വ്ളോഗും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് പോലും ആദ്യമായിട്ട് എടുത്ത വ്ളോഗ് എന്നൊക്കെ ഉള്ളതും കൂടി ഒന്ന് അഭിപ്രായം പറഞ്ഞു കൊടുക്കാറ്. കാരണം എന്നോട് ഈ വീഡിയോ ഞാൻ കണ്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തുടങ്ങും സോയിലില്ല. അതെന്താ വെച്ച് പറഞ്ഞ് എൻ്റെ വ്ളോഗിനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്നൊക്കെ ചോദിച്ചിട്ട് ആറ്റൊക്കെ അങ്ങനത്തെ കാര്യങ്ങളും കമൻറ്റിൽ വിശേഷങ്ങൾ അറിയാനൊക്കെ ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. ആരെങ്കിലും പോലെ ചോദിച്ചാലും പിന്നെ എന്തെങ്കിലും വിശേഷങ്ങൾ പറഞ്ഞാലൊക്കെ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഇന്നത്തെ മോർണിംഗ് വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസത്തെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമ.